എടുത്തത് ഇപ്പോഴാണ്, അത്രേ ഉള്ളൂ അല്ലേ ശ്രീജിത്ത് പണിക്കർ? മഞ്ജുഷ്, ഇതില് നമ്മൾ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന 4 പോയിന്റാണുള്ളത്. അതിലൊന്ന്, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള സമരത്തിൽ കേരളം തോറ്റിരിക്കുന്നു, ഒന്നാമത്തെ കാര്യം. 2, CPM-ന്റെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി വെളിവാകുന്നു. കാരണം അവരുടെ നയങ്ങളിലും നിലപാടുകളിലുമെല്ലാം അവർ സ്ഥിരമായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. ആദ്യം ഒരു പ്രതിഷേധമൊക്കെ കാണിക്കുന്നു, പക്ഷെ പിന്നീട് ആ പ്രതിഷേധത്തിൽ നിന്ന് ഉൾവലിയുന്നു. CPI കുറച്ചു കാലം കൂടെ പിടിച്ചു നിൽക്കുന്നു, അവസാനം CPI-യെയും കുപ്പിയിലാക്കുന്നു. അങ്ങനെ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് CPM-ന് ഒരു വലത് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. CPM-ന്റെ പല നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ അനുഭാവികളും ഒക്കെ ചർച്ചയിൽ ഇരുന്നിട്ട് എന്നെ സംഘി എന്ന് വിളിക്കും. ഇപ്പോൾ കുറെ കാലമായിട്ട് അവരെ തിരിച്ച് സംഘി എന്ന് വിളിക്കേണ്ടുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് തന്നെ പറയുന്നു, കേരളത്തിലെ ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റ് അതിന് കേരളം സഹകരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന്. നോക്കൂ, അതൊക്കെ ആദ്യം സമരം ചെയ്തിട്ട് നമ്മൾ സഹകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ വർഷങ്ങളായിട്ട്, മാസങ്ങളായിട്ട് സമരം ചെയ്തതിന് ശേഷം ഇത് നടപ്പാക്കില്ല എന്ന് എല്ലാ മന്ത്രിമാരും ഒരാളൊഴിയാതെ പറഞ്ഞതിന് ശേഷം, പാർട്ടി അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. അത് 2ാമത്തെ പോയിന്റ്. ഇനി 3ാമത്തെ പോയിന്റ്, അദ്ദേഹം പറഞ്ഞത് CPI ചെയ്യുന്നത് ഒരു ഘടകകക്ഷി മര്യാദയല്ല എന്നാണ്. നോക്കൂ, ഘടകകക്ഷിയിൽ മുന്നണി മര്യാദയെ മുൻനിർത്തി ചർച്ച ചെയ്യാത്ത ഒരു വിഷയം, മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കക്ഷിയുടെ താല്പര്യമോ അറിവോ ഇല്ലാതെ, അവരുടെ സമ്മതമോ ഇല്ലാതെ അത് നടപ്പാക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് അതിനെക്കുറിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സംസാരിക്കണം? അവസാനം CPI നിലപാട് മാറ്റിയേക്കാം, പല വിഷയങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ മുന്നണി മര്യാദ എന്നൊരു കാര്യം അവിടെ പറയാൻ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതേ മര്യാദ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് CPI-യോടാണ്. അതില്ല. സത്യത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണ്? CPI-ക്ക് അവരുടെ ചിഹ്നത്തിലെ നെൽക്കതിരിന്റെ വില പോലും CPM കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ അതിനെ പറയേണ്ടുന്ന കാര്യമില്ല. കാരണം അവരെ അറിയിക്കുന്നില്ല, അവരുടെ പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് അവരെ ഒന്ന് പാസിഫൈ ചെയ്യാൻ പോലും ശ്രമിക്കുന്നില്ല. സ്വന്തം നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് ഒപ്പിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ചർച്ചയാകാം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ നിസ്സാരമല്ല, 1400ഓളം കോടി രൂപ കിട്ടാനുള്ളതാണ്. ആ രൂപ കിട്ടിയില്ലെങ്കിൽ ഇവിടെ സർവശിക്ഷ കേരള പദ്ധതി, SSK പദ്ധതി തകർന്ന് തരിപ്പണമാകും. ഇപ്പോൾ തന്നെ അതിന് വലിയ ന്യൂനതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരണതലത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇന്ന് ഗോവിന്ദ മാസ്റ്ററുടെ രസകരമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നേരത്തെയും അദ്ദേഹം പറഞ്ഞതാണ്, മുമ്പ് ഞാനുമായിട്ട് ഒരു അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇടതുപക്ഷത്തിന്റെ നയം നടപ്പാക്കുവാനുള്ളതല്ല ഇടത് സർക്കാർ എന്ന്. അത് ഇന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഭരണപരമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും, അതിൽ ഈ ഇടതുമുന്നണി കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല, അത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന്. ഇന്ന് ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകൾ കൂടി കേൾക്കാം. ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല, ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല. എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം, നിലപാട് നടപ്പിലാക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു അന്തരാള ഘട്ടമുണ്ടല്ലോ. ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് CPI ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല. കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യും. ഞാനിതിലിപ്പോൾ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത്. നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ശ്രീ സന്ദീപ് വാചസ്പതി, നിങ്ങൾ ഈ ഒരു അന്തരാള